ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് മൈൻക്രാഫ്റ്റിൽ ഒരു ക്യാരറ്റ് ഫാം ഉണ്ടാക്കണം. ക്യാരറ്റ് ഫാമിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം. ഗൈസ്, അത് ഒറ്റ ഫാമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചേക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഗൈസ് നമ്മളിത് ഉണ്ടാക്കാൻ തീരുമാനിച്ചേക്കുന്നത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഫുഡ് ഫാം ഉണ്ടാക്കിയായിരുന്നു നമ്മൾ ഐലാൻഡിൽ. ആ ഒരു ഏരിയ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ തീരുമാനിച്ചേക്കുന്നത്. അത് അങ്ങോട്ട് പോകാം. ഗൈസ്, ഐലാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിറച്ച് സൂംബീസാണ്. നമ്മൾ ഇവിടെ ആയിട്ട് ഒരു ക്യാരറ്റ് ഫാം ഉണ്ടാക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു വില്ലേജ് ബ്രീഡർ. നമുക്കപ്പോൾ ഇവിടുന്ന് ക്യാരറ്റും കിട്ടും, വില്ലേജ് ബ്രീഡറും കിട്ടും. നമ്മൾക്കപ്പോൾ ഈ ഏരിയ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് എന്ത് ചെയ്യാം, ആ ഫാം ഉണ്ടാക്കാം. ഗൈസ് അപ്പം ഇതിനുവേണ്ടി നമുക്കൊരു 3 വില്ലേജസിനെ ആവശ്യമുണ്ട്. ഗൈസ് 3 വില്ലേജസ്. നിങ്ങൾക്കറിയാം എൻ്റെ അടുത്തുള്ള വില്ലേജിൽ വില്ലേജസ് ഇല്ല, എല്ലാം എങ്ങോട്ടൊക്കെ ഓടിപ്പോയി. ഗൈസ് അപ്പം ഞാൻ പിന്നെ ഒരു ദിവസം ഈ ഓഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പം അവിടെ അങ്ങ് ദൂരെ ഒരു വില്ലേജ് ഉണ്ട്. ഗൈസ് അങ്ങ് ദൂരെയാണ്, ഒരു 1000 ബ്ലോക്ക് ദൂരെയാണ് ആ വില്ലേജ് ഇരിക്കുന്നത്. നമുക്ക് അവിടുന്ന് ഒരു 3 വില്ലേജിനെ വേണം. ഈ 3 വില്ലേജ് ഉണ്ടെങ്കിൽ ഈ ഫാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി വർക്കാകത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ ഫാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഗൈസ് അപ്പം നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ, ഇതപ്പം അങ്ങനെ ഈ ഏരിയ മൊത്തം നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗൈസ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിന് വേണ്ടിയുള്ള എല്ലാ റിസോഴ്സും നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് ഇനി ഇതിവിടെ പണിയാം. ഓക്കെ, ഇനി പണിയാം. ഇവിടെ നിന്ന് 3 ബ്ലോക്ക് ഇട്ടിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. കറക്റ്റല്ലേ? ഓക്കെ, ഇവിടെ നിന്നൊരു 2 ബ്ലോക്ക്, ഇവിടെ 2 ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്കും ഇവിടെ ഒരു ബ്ലോക്ക്. ഇങ്ങോട്ടൊരു 13 ബ്ലോക്ക് വെക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13. യെസ് ഗൈസ്, ഇനി ഇവിടുന്ന് ഒരു ബ്ലോക്ക് വെച്ചിട്ട് 13 ബ്ലോക്ക്. ഇത് ബോർഡറാണ് ഗൈസ്. ഇനി നമുക്ക് ഇവിടെയാണ് പണിയാൻ പോകുന്നത് നമ്മൾ. ഗൈസ് ഇനി ഇതിൻ്റെ സെൻറ്ററാണ് പഠിക്കണം, ഈ ഏരിയയുടെ സെൻറ്റർ. ഇത് ഇങ്ങനെ ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ ഈ ഒരു ബ്ലോക്ക് മാറ്റി ഇവിടുന്ന് 2 ബ്ലോക്ക് ദൂരെ ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് വെക്കണം. ഈ 2 ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക്. ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ഗൈസ് ആ ബോർഡർ അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഇതിൻ്റെ സെൻറ്റർ ഏതാ? ഇതാന്ന് തോന്നുന്നു. വ്യൂഹം വെച്ചിട്ട് ഇതായിരിക്കണം, ഇതതിൻ്റെ സെൻറ്റർ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ഇവിടെ. കറക്റ്റ് ടൈമിങ് ഗൈസ്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സമയം മഴയും പെയ്യും. എനിക്കിഷ്ടമാണ് ഗൈസ് ഈ മഴ പെയ്യുന്നത്. ഓക്കെ, കാണാം. ഇങ്ങനെ ഒരു ബ്ലോക്കും കൂടെ എക്സ്ട്രാ ഇടണം. എന്നുവെച്ചാൽ 2 ബ്ലോക്ക് ഹൈറ്റാണ്. ഓക്കെ, ഗൈസ് ബ്ലോക്ക് 2 ബ്ലോക്ക് ഹൈറ്റ്. ഗൈസ് 2 ബ്ലോക്ക് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ നമുക്കിനി സ്ലാബ് വെക്കണം. സോ ഉറക്കം എണീറ്റപ്പോൾ തന്നെ മഴ തീർന്നു. ഇനി നമുക്ക് പൊട്ടിക്കാം. ഇവിടെ ബ്ലോക്ക് വെക്കാം. ഇവിടെ ഒക്കെ അങ്ങ് സ്ലാബ്. ഇവിടെ ഞാൻ വെച്ചാൽ പൊട്ടിക്കട്ടെ. ഇവിടെ ആയിട്ട് നമുക്ക് സ്ലാബ്. ഓക്കെ, ഇവിടെയൊക്കെ സ്ലാബ് വെക്കുക. ഓക്കെ, സ്പോൺ പ്രൂഫാണ് ചെയ്യുന്നത് ഗൈസ്. ഞാൻ എപ്പോഴും എൻ്റെ മേളും എൻ്റെ മേളിൽ മൊത്തം എടുത്ത് സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇനി മൈൻകാർട്ട് വിത്ത് ഹോപ്പർ എടുക്കുക, പിന്നെ ചെസ്റ്റ് എടുക്കുക. നമുക്ക് ഇനി ഇവിടെ ആയിട്ടാണ് പരിപാടി. ഇവിടാണ് ഗൈസ് നമുക്ക് വില്ലേജറിനെ നിർത്താൻ പോകുന്നത്. ഒരു വില്ലേജറിനെ ഇതിൻ്റെ അകത്തും ബാക്കി 2 വില്ലേജർ ഇതിൻ്റെ അകത്തും. ഇവിടാണ് നമുക്ക് എറിഞ്ഞു കൊടുക്കുന്നത് വില്ലേജറിന് ഫുഡ് ഇങ്ങോട്ട്. പക്ഷേ അത് അവന് കിട്ടാതെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് ഇവിടെ മൈൻകാർട്ട് വിത്ത് ഹോപ്പർ എടുക്കുന്നത്. 2 ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് 2 അങ്ങോട്ട് പൊട്ടിക്കാൻ. ഇവിടെ ആയിട്ട് 2 ചെസ്റ്റ്. അയ്യോ, വീണ്ടും മണ്ടത്തരം. ഇവിടെ 2 ചെസ്റ്റ്. ഓക്കെ ഗൈസ്, അത് ഇട്ടാക്കിയിട്ടുണ്ട്. ഇതിനെ കണക്ട് ചെയ്തൊരു ഹോപ്പർ വെക്കുക. ഇതിൻ്റെ മേളിലൊരു ഹോപ്പർ വെക്കുക. ഇതിൻ്റെ മേളിൽ ഡേർട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ഇവിടെ കാട്ട് വിത്ത് ഹോപ്പർ വെക്കുക. ഇതുകൊണ്ട് ഇത് വെക്കുക. എന്നിട്ട് ഇതൊന്ന് പൊട്ടിക്കുക. ഓക്കെ ഗൈസ്, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഡ്രാപ്പ് ഡോറും വെച്ച് കൊടുക്കുക. ഓക്കെ ഗൈസ്, ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടുത്തെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ കോബിൾ സ്റ്റോൺ എറിഞ്ഞു കൊടുക്കാം. വീണിട്ടുണ്ട് ഗൈസ്.
അത് കറക്റ്റായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് ഗ്ലാസ് വെക്കണം, അതും കൂടെ വെക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഇതിൻ്റെ സെൻറ്റർ ഏതാ? ഇതാണ്. ഇതെടുക്കുക, ഇതങ്ങ് എടുക്കുക. ഇവിടെ ഉള്ളതിക്കാം, ഇവിടെ ഉള്ളതിക്കാം. ഇതിൽ നിന്നും 2 കോമ്പോസ്റ്റ് എടുക്കുക. ഓക്കെ, നടുക്കൂന്ന് വെള്ളം എടുക്കുക, ഇവിടെ ഒന്ന് ഒഴിക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിൽ നമ്മൾ സ്ലാബ് വെക്കണം. ഇതിൻ്റെ മേളിൽ 2 കോമ്പോസ്റ്റർ, ഇതിൻ്റെ മേളിൽ ഒരു സ്ലാബ്. ഓക്കെ, ഒരു സാധനം സെറ്റ് ആയിട്ടുണ്ട്. ബ്ലോക്ക് പൊട്ടിക്കാം. ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ വെള്ളം ഒഴിക്കുക, ഇവിടെ വെള്ളം ഒഴിക്കുക, ഇവിടെയും വെള്ളം ഒഴിക്കുക, ഇവിടെയും വെള്ളം ഒഴിക്കുക. ഓക്കെ, അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ആക്കിയാണ് വേറെ കുറച്ച് പരിപാടി ചെയ്യാണ്ട്. നമ്മൾ ഈ ഹോ ചെയ്യുന്ന വില്ലേജിനെ അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ ഹോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട് ചെയ്യാനായിട്ട്. ഒരു ട്രാപ്പ് ഡോർ ഇങ്ങനെ വെക്കണം. താഴെ 1 2 3 4. ഓക്കെ, 4 ബ്ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാപ്പ് ഡോർ വെക്കുക, തുറക്കുക. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ബ്ലോക്ക് പൊട്ടിക്കും. മിക്കവാറും മേളുടെ റൗണ്ട് അതിൻ്റെ മാത്രമേ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ പൊട്ടിക്കുക. ഇവിടായിട്ട് ഇനി വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ടോർച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടായിട്ട് ടോർച്ച് അങ്ങോട്ട് പോകാം. ഈ വെള്ളം എവിടെ വരെ എൻഡ് ചെയ്യുന്ന അവിടെ വരെ. ഇവിടെ വരെ വെള്ളം വരുന്നുണ്ട്. നമ്മളപ്പം ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ വീണ്ടും ഒരു ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിക്കാം. ഇവിടെ വരെ വെള്ളം വരുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലോക്ക് താഴ്ത്തിയിട്ട് ഇവിടെ നമുക്ക് റൂം പോലെ സെറ്റ് എടുക്കാം. ഇവിടെയാണ് ഗൈസ് വില്ലേജസ് വരുന്നത്. വില്ലേജസ് ബ്രീഡ് ആവുന്ന വില്ലേജസൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത് ഗൈസ്. അങ്ങനെ ഇവിടെ റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഗ്ലാസ് വെക്കാം. ഇതിങ്ങോട്ട് വെക്കണം. നല്ല കുഞ്ഞു വില്ലേജസൊക്കെ നമുക്ക് ഇറങ്ങിപ്പോവും. അത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇവരെ എങ്ങനെ ഇറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ 2 ബ്ലോക്ക് പൊട്ടിക്കണം. ഇവിടെ 2 ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിക്കണം. ഇവിടായിട്ട് ഇങ്ങനെ റെയിൽ വെക്കണം. ഇങ്ങനെ റെയിൽ വെക്കണം. ഇവിടായിട്ടൊരു പവർ റെയിൽ വെക്കണം. ആയിട്ട് ഡിസ്പെൻസർ വെക്കണം. ഇങ്ങനെ ഒരു ബട്ടൺ, ഇതിൻ്റെ മേളിൽ ബട്ടൺ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വില്ലേജെല്ലാം കയറ്റി ഇതിനകത്തോട്ട് അങ്ങനെ പോകാൻ പറ്റും. നമുക്ക് മേലോട്ട് പോകാൻ ഒരു രീതി സെറ്റ് എടുക്കാം. പവർ റെയിൽ വെക്കണം. ഇവിടെ സാധാ റെയിൽ ഇങ്ങനെ പവർ റെയില്, ഇവിടെ ഇങ്ങനെ സാധാ റെയില് ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് പവറാവും. ഇത് പവറാണെങ്കിൽ ഇവിടെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, ഇവിടെ ആയിട്ട് വെക്കാം. ഓക്കെ, അതും പവറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് ഗ്ലാസ് വെക്കണം. അതും കൂടെ വെക്കാം. ഗൈസ്, ഇവിടെ മൊത്തം ഗ്ലാസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് ചെന്നിട്ട് ഈ വെള്ളം വെച്ചതിൻ്റെ മേളിലായിട്ട് സ്ലാബ് വെക്കണം. ഇവിടെ വെക്കാം. ഇവിടെ സ്ലാബ്, ഇവിടെയും സ്ലാബ്, ഇവിടെയും സ്ലാബ് വെക്കുക. സ്ലാബ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ടോർച്ചൊക്കെ പ്ലേസ് ചെയ്യാം. ഇവിടെ നിന്ന് സ്പോൺ ആവാതിരിക്കാൻ വേണ്ടി ടോർച്ചും കൂടെ പ്ലേസ് ചെയ്യാം. അകത്ത് അത്യാവശ്യം എല്ലായിടത്തും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ടോർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വെച്ചില്ല. ഇവിടെ ആയിട്ട് ഒരു ടോർച്ച്, ഇവിടെ ആയിട്ട് ഒരു ടോർച്ച്, ഇവിടെ ആയിട്ട് ഒരു ടോർച്ച്. മോബ് ഒന്നും സ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പുറത്തുനിന്ന് എല്ലായിടത്തും ഇങ്ങനെ ടോർച്ച് നമുക്ക് പ്ലേസ് ചെയ്യാം.
ഗൈസ് ഞാൻ വില്ലേജിലോട്ട് പോവാണ്. 2 വില്ലേജിനെ കൊണ്ടുവരാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ബോട്ട് കഴിഞ്ഞാണ് പോകേണ്ടത് ഗൈസ്. ഒരു 1000 ബ്ലോക്ക് ദൂരം കണ്ടാണ് ആ വില്ലേജ് ഇരിക്കുന്നത്. ഞാൻ ഒന്ന് ഓഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പം അങ്ങോട്ട് ഒരു ഉടൻ ഏതാണെന്ന് വേറെ ഏതോ ബയോമാണ് ഗൈസ്. അവിടാണ് ആ വില്ലേജ് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് ആ വില്ലേജിൽ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അതുകൊണ്ട് ഗൈസ് അങ്ങനെ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് 2 വില്ലേജിനെ അങ്ങ് പോക്കാം. ഓക്കെ. 2 വില്ലേജിനെ പിടിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഇവിടെ 2 ഫാമേഴ്സ് നിൽപ്പുണ്ട്. നമുക്ക് ഈ 2 ഫാമേഴ്സിനെ നൈസായിട്ട് അങ്ങ് പോക്കാം. ഇവിടെ ബോട്ട് വെച്ചാൽ ആരെങ്കിലും കയറാ പിടിച്ചിട്ട് ഒരുത്തം കയറിയിട്ടുണ്ട്. 2 എണ്ണം കയറിയിട്ടുണ്ട്. നമുക്ക് ഇനിമാരെ വെള്ളത്തിലോട്ട് എങ്ങനെ കൊണ്ടുപോകണം. 2 വില്ലേജിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവന്മാരെ കൊണ്ട് അങ്ങനെ പോകാം. ഓക്കെ. എൻ്റെ ബോട്ട് കൂടെ വെക്കുക. മറ്റേ ബാക്കിന് വരുന്നുണ്ടായിരിക്കും ഗൈസ്. നമുക്ക് ഇനിമാരെ കൊണ്ട് അവിടെ വരെ പോകാം ഗൈസ്. അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ. 2 വില്ലേജിനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഫാമിൻ്റെ അടുത്തോട്ട് എത്തിച്ചിട്ടുണ്ട്. നമുക്കിനി അമ്മമാരെ അങ്ങോട്ട് കൊണ്ടുപോകണം. നമുക്കതിന് കൂടെ കുറച്ച് വഴി ഇങ്ങോട്ട് തെളിച്ചിടാം. എന്നാലും ഇവന്മാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഇവന്മാരെ കൊണ്ട് ഇങ്ങോട്ട് മേളോട്ട് കൊണ്ടുപോകാൻ പറ്റും ഗൈസ്. ഗൈസ് അവന്മാർ ലിങ്ക് ആയിട്ടുണ്ട്. ഈ ബെഡ് പൊട്ടിക്കട്ടെ. അപ്പം മറ്റേ 2 ബെഡുമായിട്ട് ലിങ്ക് ആയിക്കോളും. ഈ ട്രാപ്പ് പിന്നെ മാറ്റാം. അകത്തോട്ട് എങ്ങനെയും തന്നെ സൂക്ഷിച്ച് പൊട്ടിക്കണം. യെസ് ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളി 2 വില്ലേജിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങ് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് വെക്കാം. ഇങ്ങനെ പ്ലേസ് ചെയ്യാം ഗൈസ്. ഇനി ഒരു വില്ലേജറിനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതിൻ്റെ അകത്ത് നിർത്തണം. നമുക്കതിന് കുറച്ച് പരിപാടി അതിന് മുമ്പ് ചെയ്യാനുണ്ട്. പൊട്ടിക്കാം. ഇതൊക്കെ പൊട്ടിച്ചിട്ട് കുറേ വേണ്ട എല്ലാ എൻ്റെ സാധനങ്ങളും എൻ്റെ കയ്യിലിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു വില്ലേജറിനെ കൊണ്ടുവരണം. ഇതിൻ്റെ അകത്ത് പിടിച്ചിടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഗൈസ്. ഒരു വില്ലേജറിനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ അവിടെ കൊണ്ടിരുത്തണം. അത് ഇവനെ വീശിട്ടുക. റൂട്ട് കൊണ്ടുവരട്ടെ. ഗൈസിൻ്റെ മേളിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി പതുക്കെ ഇവനെ ഇങ്ങോട്ടേക്കൊന്ന് ഇതെല്ലാം ഒന്ന് മൂടാം. ഇതിനെ ഇറങ്ങിപ്പോകാത്ത വിധത്തിൽ നമുക്കൊന്ന് കവർ ചെയ്യണം. ഇനി ബോട്ടം പൊട്ടിക്കാം. അതിൻ്റെ അകത്ത് അങ്ങനെയുണ്ട്. ഇതായിട്ടെല്ലാം ഒന്ന് പൊട്ടിക്കട്ടെ. ഇതിൻ്റെ മേളിൽ ഇനി സ്ലാബ് വരുന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ വെച്ചിട്ടുണ്ട്. ട്രാപ്പ് ഡോറും കൂടെ വെക്കാം. ഇവിടെ ട്രാപ്പ് ഡോർ വെച്ചിട്ട് ഗൈസ് അതിൻ്റെ അകത്തായിട്ടുണ്ട്. ഗൈസ് ഈ ബെഡ് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന വില്ലേജറിനാണ്. ഓക്കെ. ഇതങ്ങ് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലൂടെ അകത്തോട്ട് കയറാം. ഈ 2 വില്ലേജസിന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. പക്ഷെ കുഞ്ഞ് ബ്രീഡ് ആവുന്നതിന് ഇങ്ങോട്ട് വരാൻ പറ്റും. ഞാൻ അപ്പം തന്നെ ഈ ട്രാപ്പ് ഡോർ തുറക്കുമ്പോൾ ഇത് എൻ്റെ അകത്തോട്ട് വീണ് നമ്മുടെ ഏരിയയിലോട്ട് വീഴും. ഓക്കെ. ഇപ്പോൾ പറഞ്ഞിരിക്കട്ടെ ഗൈസ്. അപ്പം ഞാൻ കുറേ ക്യാരറ്റും എടുത്തിട്ടുണ്ട്, ഹോ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇന്ന് നമുക്കിനി ഇവിടെ ഗൈസ് നമുക്കിനി ഇവിടെ മൊത്തം ഹോ ചെയ്യാം. ഇവിടെ നമുക്ക് മൊത്തം ഹോ ചെയ്തെടുക്കാം ഗൈസ്. ഇമ്മാറായി പൊട്ടറ്റോ ആയിരുന്നു. ഈ പൊട്ടറ്റോ അല്ല നമുക്ക് വേണ്ട, ക്യാരറ്റാണ്. അതുകൊണ്ട് ഇമ്മാറായി നമുക്ക് ഈ ക്യാരറ്റ് നമ്മളങ്ങ് എടുത്തിട്ട് ഇമാര് മൊത്തം നട്ട് ചെയ്യട്ടെ. ഏതായിരിക്കും നല്ലത്. ഓക്കെ. ഇമാർ എത്ര ക്യാരറ്റ് ഉണ്ടോ അത് മൊത്തം നട്ടോട്ടെ. നമുക്കിവിടെ മൊത്തം ഹോ ചെയ്തെടുക്കാം ഗൈസ്. നമ്മളെല്ലാം ഹോ ചെയ്തെടുത്തിട്ടുണ്ട്. വേണ്ടത് പൊട്ടറ്റോ എല്ലാം നമുക്ക് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇവിടെ കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ നടാം. ഓക്കെ. നമുക്ക് ഇവിടുന്ന് കുറച്ച് ക്യാരറ്റ് നമ്മൾ കണ്ടിട്ട് ഇമാർക്ക് ബാക്കി എറിഞ്ഞു കൊടുക്കാം ഗൈസ്. ഇനി ഇമാർക്ക് ഇത് എറിഞ്ഞു കൊടുക്കാം നമുക്ക്.
എല്ലാമാർക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കാം. എല്ലാമാർക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് എന്നിട്ട് നമുക്ക് ഈ ട്രാപ്പ് ഡോർ അങ്ങ് തുറക്കാം. ഓക്കെ, നമ്മളത് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ഇനി ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ബെഡ് വെക്കണം. ഈ ബെഡാണ് നമ്മളെ ബ്രീഡിങ്ങിന് സഹായിക്കുന്നത്. ഓക്കെ, ഇനി അവർ ബ്രീഡാണ് ഗൈസ്. ഇതങ്ങ് അടയ്ക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇതെങ്ങനെ വർക്കാകുന്നതെന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ് ഗൈസ്. ഈ 2 ഫാമേഴ്സ് ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്യും, ക്യാരറ്റ് കുറേ എടുക്കും. ഇവരുടെ 2 ബെഡാണ് ഈ ആദ്യം ഞാൻ വെച്ചത്. അതുകൊണ്ട് ഇവർ 2 ബെഡാണ്. ഈ ഇരിക്കുന്നതിൻ്റെ ബെഡാണ് ഇത്. ഓക്കെ, പക്ഷെ ഞാൻ ഇവിടെ എക്സ്ട്രാ ഒരു ബെഡ് വെച്ചിട്ടുണ്ട്. ഈ ബെഡ് അവരെ ബ്രീഡ് ചെയ്യിക്കും ഗൈസ്. ഈ ഒരു ബെഡ് കാണുമ്പോൾ അവർ ക്യാരറ്റ് അങ്ങോട്ടും കൊടുത്ത് അവർ ബ്രീഡാവും. അങ്ങനെ ഒരു ബ്രീഡ് കുഞ്ഞ് മാത്രം ഇതുവഴി ഒഴുകി വന്നിട്ട് ഈ ബെഡിലോട്ട് കടക്കാൻ പോകും. പക്ഷേ ഇവിടെ ട്രാപ്പ് ഡോർ ഉണ്ട്. പക്ഷേ അവർക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ബ്ലോക്കായിട്ടാണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് നടന്ന് നിന്നിട്ട് ഈ ഒരു കുഴിയിലോട്ട് വീഴും. ഈ വെള്ളം അവരെ നമ്മൾ മുമ്പുണ്ടാക്കിയ ഏരിയയിലോട്ട് എത്തിക്കും. ഓക്കെ, ഒരു വില്ലേജർ അവിടെ പോയി എത്തുകയും ചെയ്യും. പക്ഷേ ഗൈസ്, എങ്ങനെ നമുക്ക് ക്യാരറ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇൻവെൻറ്ററി ഉണ്ട് ഗൈസ്. നമുക്ക് ഇൻവെൻറ്ററി ഉള്ള പോലെ ഇവന്മാർക്ക് ഇൻവെൻറ്ററി ഉണ്ട്. ഇവന്മാരുടെ ഇൻവെൻറ്ററി നമുക്ക് ഫുള്ള് ഫില്ലാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്യാരറ്റ് അവർ നട്ട് ഇവന്മാർക്ക് കുറേ ക്യാരറ്റും കറിലൊക്കെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഇൻവെൻറ്ററി ഫില്ലാവും. അങ്ങനെ ഫില്ലായി കഴിയുമ്പോൾ അടുത്തുള്ളൊരു വില്ലേജറിന് എറിഞ്ഞു കൊടുക്കും. പക്ഷേ ഇവിടെ അടുത്തുള്ള വില്ലേജർ ഇവനാണ്. ഇവന്മാർ 2 പേരുടെ ഇൻവെൻറ്ററി ഫില്ലായി കഴിഞ്ഞാൽ ഇവൻ എറിഞ്ഞു കൊടുക്കും. പക്ഷെ ഇവൻ എറിഞ്ഞു കൊടുക്കുന്നത് ഇവന് കിട്ടത്തില്ല, ഈ മണ്ടന് കിട്ടത്തില്ല. അതിന് പകരം ഈ മൈൻകാട്ട് വിത്ത് ഹോപ്പർ അത് പിക്ക് ചെയ്തിട്ട് അത് താഴത്തെ ചെസ്റ്റിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് തരും. ഓക്കെ, അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. പറഞ്ഞെന്തെങ്കിലും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അല്ല നിങ്ങളൊരു ഇതുപോലൊരു ഫാം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ വർക്കാവുന്നതൊക്കെ. ഗൈസ്, അങ്ങനെ ഫാമിൻ്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരാണ് പണി എടുക്കേണ്ടത്, നമ്മളല്ല. അങ്ങനെ കംപ്ലീറ്റ് പണി ഫാമിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഇവിടെ കുറച്ച് നമുക്കൊന്ന് AFK നിന്ന് നോക്കാം. ഇവരെന്തെങ്കിലുമൊക്കെ കാണിക്കണം. ഗൈസ്, ഒരു 5 മിനിറ്റായി ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്തൊരു വന്നോ നോക്കട്ടെ ഗൈസ്. അതേണ്ട വരുത്ത് ഗൈസ്, വർക്കിംഗ് ആണ്. ഒരു സ്റ്റാക്ക് 2 സ്റ്റാക്ക് അല്ല, തീർന്നില്ല ഗൈസ്. പക്ഷെ ബ്രീഡായിട്ടില്ല, കാരണം ബെഡ് കണ്ടിട്ടുണ്ട്. ബ്രീഡാവട്ടെ, ഒന്നുകൂടെ പൊട്ടിച്ചിട്ട് വെക്കണോ ഐഡിയ ഗൈസ്. എന്താ ബ്രീഡാകത്തെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഒന്നും വന്നിട്ടില്ല ഗൈസ്, ബ്രീഡാവുന്നില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ബ്രീഡാവുമായിരിക്കും ഗൈസ്. ഓക്കെ, പക്ഷേ ഗൈസ് ക്യാരറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഗൈസ്. വർക്കിംഗ് ആണ്, ക്യാരറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, 2 സ്റ്റാക്ക് 32 എണ്ണം നമുക്ക് ഫാം ഉണ്ടാക്കിയപ്പോൾ തന്നെ കിട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ വർക്കിംഗ് ആണ് സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ലെറ്റ്സ് പ്ലേ വീഡിയോ കാണാം. ബൈ.